പിണറായി വിജയനെ തകർക്കാൻ നടന്ന കണ്ണൂർ സിംഗത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കണേ. മോങ്ങിക്കൊണ്ട് അടക്കെ. അതായത് ഇത്രയും ദിവസം രാഷ്ട്രീയത്തിലോ മാധ്യമങ്ങളിലോ ഇടം കിട്ടണമെന്നുണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു? പിണറായി വിജയനെ 10 പുലഭ്യം പറയണം, പുലയാട്ട് നടത്തണം. ഉടനടി നമ്മുടെ മറുനാടൻ മഞ്ഞമാർ അല്ലെങ്കിൽ മറുനാടൻ മാലിന്യക്കാരന്മാരും പിണറായി വിരുദ്ധരെല്ലാം കൂടി ഇതാ സുധാകരൻ പിണറായിയെ പറഞ്ഞു എന്ന രീതിയിൽ ആഘോഷമാണ്. ഇപ്പൊ എന്തായി? സ്ഥാനാർത്ഥി പട്ടിക വന്നതിന് ശേഷം പിണറായി വിജയൻ 3ാം തവണ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. എന്നാൽ തകർക്കാൻ നടന്ന വ്യക്തിയുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. അങ്ങോട്ട് നോക്കി. കണ്ണൂരിൽ കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം ഹൈക്കമാൻഡ് നിഷേധിച്ചതിന് പിന്നാലെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കവെയാണ് സുധാകരൻ കരയുന്ന സാഹചര്യം. വി ഡി സതീശൻ അടക്കമുള്ളവരാണ് തന്നെ വെട്ടിയതെന്ന് സുധാകരന് കൃത്യമായി അറിയാം. അതുകൊണ്ടാണ് ദില്ലിയിൽ അതൃപ്തി വ്യക്തമാക്കി ദില്ലിയിൽ നിന്ന് ചർച്ചകളിൽ പങ്കെടുക്കാതെ സുധാകരൻ കണ്ണൂരിലേക്ക് മടങ്ങുകയും ചെയ്തത്. ഇപ്പോൾ കണ്ണൂരിൽ ആ പരിപാടിയിൽ പങ്കെടുക്കവെയായിരുന്നു സുധാകരന്റെ കരച്ചിൽ. വളരെ കൃത്യമായി തന്നെയാണ് കണ്ണൂരിൽ തന്നെ താൻ മത്സരിക്കേണ്ടതിന്റെ കാര്യത്തെക്കുറിച്ച്, കണ്ണൂർ തനിക്കെന്താണ് എന്ന അർത്ഥത്തിൽ തന്നെയാണ് സുധാകരൻ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്താലും കോൺഗ്രസിലെ പടല പിണക്കങ്ങൾ തമ്മിലടി, അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ കെ സുധാകരനുമായി ബന്ധപ്പെട്ട് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ? മൂക്കള പിടിച്ച് വയ്യ എന്ന് പറഞ്ഞാൽ ഇതുവരെ, അതായത് ഡൽഹിയിൽ നിന്ന് വന്നതിന് ശേഷം ഫുൾ ടൈം പിണറായി വിജയന്റെ ചിത്രം എടുത്ത് വെച്ച് നോക്കിയിട്ട് അതിന്റെ മുമ്പിൽ കിടന്ന് മോങ്ങല് തന്നെ. ഇതിപ്പോ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് വേറെ ആരുടെയൊക്കെ പേര് പറയുമ്പോൾ അതൊന്നുമല്ല, പിണറായി വിജയന്റെ കാര്യം ആലോചിച്ചിട്ടാണ് പിന്നെയും മുഖ്യമന്ത്രി ഞാൻ പണിക്ക് വെളിയിലുമായി. ഇതാണ് അവസ്ഥ. സൽപ്രവൃത്തി ചെയ്യുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ ഉടനീളം എന്തുണ്ടാകും? അവർക്ക് മുന്നേറ്റം ഉണ്ടാകുമെന്ന് പറയുന്ന ഇതുകൊണ്ടാണ്. എന്നാൽ ആ വ്യക്തിയെ കുതുകാൽ വെട്ടാൻ നടന്നവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. അതിൽ സുധാകരന്റെ എന്ന് പറഞ്ഞാൽ പരമദയനീയായി പോയി. കണ്ണൂരിൽ ഞാനാണ് ആര്? പിണറായി വിജയനെതിരെ നിൽക്കുന്ന ആ വീരസൂര പരാക്രമി ഇപ്പൊ 26 മണിക്കൂർ മോങ്ങലേ ഉള്ളൂ. ഇതാണോടെ നിങ്ങളുടെ ഹീറോ? അതായത് സീറ്റ് നിഷേധിച്ചു എന്നറിഞ്ഞ ആ സമയം തൊട്ട് മോങ്ങൽ. ഒരു വീരസൂര പരാക്രമി എന്ന് സ്വയം പറയുകയും കുറച്ച് ഫാൻസുകാരെ വെച്ച് പറയിക്കുന്നതിനപ്പുറം സ്വന്തം നിലയ്ക്ക് പാർട്ടിക്കാർക്ക് തന്നെ മനസ്സിലായി ഈ സതീശനെ പോലെ തന്നെ ഡയലോഗ് അടിയല്ല, ഒരു ചുക്കുമില്ല. പിണറായി വിജയനാണെങ്കിൽ ഒരു വിലയും കൽപ്പിക്കാറില്ല. സാധാരണഗതിയിൽ ആരെങ്കിലുമൊക്കെ തനിക്കെതിരെ പുലഭ്യമോ പുലയാട്ടോ പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി അങ്ങ് നോക്കുമ്പോൾ മറ്റേ കപ്പട മീശയും വെച്ചുകൊണ്ട് ആര് ഡയലോഗ് അടിക്കുന്ന വീരനാണ്.